പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് എൽ ഷദ്ദായി വെളിപ്പെട്ടു വരാൻ പോകുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ എവിടെയാണോ അവൻ എൽ ഷദ്ദായി എന്ന് പറഞ്ഞ് വെളിപ്പെട്ടത്, അവിടെ എല്ലാം ആരുടെ ജീവിതത്തിലാണോ എൽ ഷദ്ദായി എന്നവൻ പറഞ്ഞ് വെളിപ്പെട്ടത്, അവരുടെ എല്ലാം ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കാനിടയാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ ശബ്ദത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടായി ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, അവൻ നിങ്ങൾക്ക് എൽ ഷദ്ദായി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. നിങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അവൻ എൽ ഷദ്ദായി വെളിപ്പെടാൻ പോകും. നിങ്ങൾ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ അവൻ എൽ ഷദ്ദായി വെളിപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിന്റെ മുമ്പില് ദൈവം എൽ ഷദ്ദായി വെളിപ്പെട്ടതായി കാണുവാൻ കഴിയുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്യും. ഇംഗ്ലീഷിൽ എങ്ങനെ കാണുന്നു? സർവശക്തൻ എന്ന് പറഞ്ഞിരിക്കുന്ന പദം ഐ എം എൽ ഷദ്ദായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. 99 വയസ്സ് പ്രായമുള്ള മനുഷ്യന്റെ മുമ്പിൽ എൽ ഷദ്ദായി വെളിപ്പെട്ടിട്ട് അവന്റെ ശരീരത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അവന് ചെയ്തു കൊടുക്കുകയാണ്. അവന്റെ സാഹചര്യത്തിന് നോക്കിയാല് അങ്ങനൊരു കാര്യം നടക്കാൻ യാതൊരുവിധ സാധ്യതകളുമില്ല. അത്രയ്ക്ക് പ്രായമുള്ള മനുഷ്യനൊരു തലമുറ ഉണ്ടാകുവാൻ യാതൊരുവിധ സാധ്യതകളുമില്ല. എന്നാൽ എൽ ഷദ്ദായി അബ്രഹാമിന്റെ മുമ്പില് ദൈവം വെളിപ്പെട്ടു അവന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുവാൻ ഇടയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, അവൻ എൽ ഷദ്ദായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങളുടെ അസാധ്യങ്ങൾ സാധ്യമായി മാറുവാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, അവൻ എൽ ഷദ്ദായി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത്, നിങ്ങളുടെ ഭാവിയുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത്, ഹല്ലേലൂയ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബജീവിതത്തിനകത്ത് അവൻ എൽ ഷദ്ദായി ഈ പകൽക്കാലം വെളിപ്പെടാൻ പോവുകയാണ്. അവൻ എൽ ഷദ്ദായി നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ നീ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കകത്തും പരിഹാരമുണ്ടാകും. ഈ പ്രഭാതത്തിൽ നിങ്ങളത് വിശ്വസിക്കുക. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണും, ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകും, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കുടിപ്രദേശത്ത് പുറപ്പെടും. യാക്കോബിന്റെ മുമ്പില് ദൈവം എൽ ഷദ്ദായി വെളിപ്പെടുകയാണ്. ഗോഡ് ഓൾമൈറ്റി ആയിട്ട് അവൻ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മുമ്പിൽ എൽ ഷദ്ദായി വെളിപ്പെട്ടവൻ, ഹല്ലേലൂയ, യാക്കോബിന്റെ മുമ്പിലും എൽ ഷദ്ദായി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ അസാധ്യങ്ങളുടെ നടുവിൽ, ആമേൻ, നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഈ പ്രഭാതത്തിൽ അവൻ എൽ ഷദ്ദായി വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ്. എത്ര വലിയ പ്രശ്നങ്ങളായിരുന്നാലും, എത്ര വലിയ പ്രോബ്ലംസ് ആയിരുന്നാലും, ആമേൻ, നിന്നെക്കൊണ്ട് ഒരു രീതിയിലും കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരുന്നാലും അവൻ എൽ ഷദ്ദായി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി അങ്ങനെ ഇറങ്ങി വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവൻ ദൈവമേ അങ്ങ് സംസാരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അങ്ങ് എൽ ഷദ്ദായി വെളിപ്പെട്ടു വന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ എൽ ഷദ്ദായി നിങ്ങൾക്കായി ഇറങ്ങി വരുന്നു. നിങ്ങൾ അത്ഭുതങ്ങൾ നിശ്ചയമായും കാണും.
മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.